ഏത് ആയാലും കുഴപ്പമില്ല, സിനിമയായാലും നാടകമായാലും സീരിയലായാലും എനിക്ക് അഭിനയിച്ചാൽ മതി എന്ന് ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് പറയുന്നത്. കാരണം സിനിമകൾ കൂടുതൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് എപ്പോഴും ആളുകൾ പറയാറ്. എല്ലാവരും പറയാറ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം ആലോചിച്ചെടുത്താണോ? അല്ല, ആലോചിച്ചെടുത്തല്ല. ഞാൻ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുക, രാവിലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ക്യാമറയുടെ മുന്നിൽ നിന്ന് നമ്മളുടെ കാര്യങ്ങൾ, അത് ഡാൻസ് ആയിക്കോട്ടെ അഭിനയം ആയിക്കോട്ടെ, അത് ചെയ്യാന്നുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഇപ്പോഴും ഈ സിനിമ തന്നെയാണ് കിട്ടുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല അന്നും ഇന്നും. അതുപോലെ നായിക മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയും ഇല്ല. ക്യാരക്ടർ റോൾസും ചെറിയ റോൾസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞല്ലോ, എനിക്കങ്ങനെ അഭിനയിക്കുക എന്നുള്ളത് വയസ്സാവുന്ന വരെ അഭിനയിക്കുക എന്നുള്ളത്. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മനം പോലെ മംഗലത്തിൽ രണ്ടാളും ഒന്നിച്ചാണ്. അതെ അതെ, അത് കഴിഞ്ഞു. അവിടെ വെച്ചാ കാണുന്നത്. മനം പോലെ മംഗല്യം അതുപോലെ തന്നെ സംഭവിച്ചു. അതെ, അത് കഴിഞ്ഞൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് എത്തിയത്. പ്രേം എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പേര് പ്രേം ജേക്കബ് എന്നാണ്. വീട് ട്രിവാൻഡ്രാണ്, പേരൂർക്കട. അദ്ദേഹത്തിന്റെ അച്ഛൻ നിങ്ങൾ അറിയുമായിരിക്കും, ജേർണലിസ്റ്റ് ജേക്കബ് ജോർജ്. ജേക്കബ് ജോർജ് സാറിന്റെ മോനാണോ? അതെ. അത് ശരി. ആ ഞെട്ടല് കണ്ടോ? അപ്പൊ എന്താ കല്യാണം 26-ാം തീയതി. നമ്മളെ വിളിക്കുന്നില്ലല്ലോ ഒരു കല്യാണം. സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് വിളിച്ചില്ല. ജേക്കബ് ജോർജ് സാറിന്റെ മോളുടെ സ്വാസിക വിളിക്കും ഇപ്പൊ നമ്മളെ. അതെ, ജേക്കബ് ജോർജ് സാറിനോട് നമുക്ക് ആ പ്രതിഷേധം അറിയിക്കും. ഇതിൽ കൂടെ അറിയിച്ചിരിക്കുന്നു. പിന്നെ അത് കൂടാതെ ശരിയായില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡേറ്റ് ഒക്കെ ചോദിക്കുന്നത്. ഞാൻ ജിനി ജേക്കബ്സ് അല്ല സാറ് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു. ഓ ശരി. പക്ഷെ എനിക്ക് ജേക്കബ് ജോർജ് സാറിന്റെ സിനിമ പിന്നെ ഇതിന് ആക്ടറാണെന്നും അറിയത്തില്ല. 2 ആൺമക്കളുണ്ട്. രണ്ടുപേരും ഭയങ്കര അഭിനയം ഇഷ്ടമുള്ള ആൾക്കാരാണ്. രണ്ടുപേരും അഭിനയം ചെയ്യാൻ ഇങ്ങനെ ഓരോ ട്രൈ ചെയ്യുന്നു. പ്രേമ സീരിയൽസ്, ഇപ്പൊ തമിഴ് തെലുഗു സീരിയൽസ് ഒക്കെ ചെയ്യുന്നു. മൂത്ത ആള് ഇതുപോലെ തന്നെ സിനിമയും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നു. ജേക്കബ് ജോർജ് സാറ് ഇതിലൊന്നും ഇടപെടാതെ വേറെ ഒരു ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ജേക്കബ് ജോർജ് സാർ ഞങ്ങളും ഒക്കെ ആയിട്ട് ഇടപെട്ട് ജീവിക്കുന്നു. അവരുടെ വീട് തിരുവനന്തപുരത്തല്ല, അവർ പത്തനംതിട്ട. അതെ, പക്ഷെ ഇപ്പൊ മാധ്യമ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം. അതെ അതെ അതെ, പേരൂർക്കട വഴയിലാണ്. ഞാൻ അവിടെ അമ്പലമുക്കിലാണ് താമസിക്കുന്നത്. കല്യാണം കഴിയുമ്പോൾ ഫാദറിനോട് പറയണം, ഇപ്പൊ പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളെ കൂടെ വിളിക്കാമായിരുന്നു. അതെ അതെ, അല്ല ഞാൻ കല്യാണം ഇങ്ങനെ പറയുന്ന എല്ലാരും ജേക്കബ് ജോർജ് എന്നിട്ട് എന്താ നമ്മളെ വിളിക്കാത്തതൊക്കെ ഞാൻ പറഞ്ഞു അതറിയില്ല, എന്റെ സൈഡിൽ നിന്നുള്ള വിളിയാണ് ഞാനിപ്പോ വിളിക്കുന്നത്. മേ ബി ഇനി അദ്ദേഹം ട്രിവാൻഡ്രത്തൊക്കെ എന്തെങ്കിലും നമ്മൾ പ്രഖ്യാപിച്ചു, നമ്മള് പെൺവീട്ടുകാരാ, ഞങ്ങൾ തീരുമാനിച്ചു അല്ലേ, നമ്മള് പെൺവീട്ടുകാരാ. അത് ജാനുവരി 26. പെൺവീട്ടുകാരുടെ പ്രശ്നം എന്താ അറിയോ, രണ്ടാമത്തെ പന്തിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതത്രേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ചില പെൺവീട്ടുകാർ ഈ പുറത്തുനിന്നൊക്കെ വരുന്നവരുണ്ടല്ലോ, അമേരിക്കയിൽ നിന്നും അവിടെ നിന്നൊക്കെ. ട്രിവാൻഡ്രത്താണ്. ഞാൻ വീട് മൂവാറ്റുപുഴ. അപ്പൊ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന പെൺവീട്ടുകാരെ നമ്മൾ ആദ്യം ഇരുത്തും. നിങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് വന്ന് കോട്ടൊക്കെ ഉള്ളതുകൊണ്ടാണോ അമേരിക്കയിൽ നിന്ന് പെൺവീട്ടുകാർ?